കൊച്ചി കോർപ്പറേഷന് കൂടാതെ 13 നഗരസഭകളും 82 ഗ്രാമപഞ്ചായത്തുകളും 14 ബ്ലോക്ക് പഞ്ചായത്തുകളുമാണ് ജില്ലയിൽ ഉള്ളത്. മലപ്പുറം ജില്ല കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മാറ്റുരയ്ക്കുന്നത് എറണാകുളത്താണ്. മൊത്തം 7497 സ്ഥാനാർത്ഥികൾ. 2010-ൽ UDFന്റെ തേരോട്ടമായിരുന്നു ജില്ലയിൽ. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാണിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് UDF ഒരുങ്ങുന്നത്. നമ്മുടെ സൈഡ് റോഡുകൾ, ഇട റോഡുകൾ, ഇടവഴികൾ എല്ലാം തന്നെ ഇത്രയും നല്ല രീതിയിൽ, നല്ല നിലവാരമുള്ള രീതിയിൽ അതിൻ്റെ നിർമ്മാണങ്ങൾ നടത്തി. ഇടതുമുന്നണിയാകട്ടെ ജൈവകൃഷി, പാലിയേറ്റീവ് കെയർ തുടങ്ങിയ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഊന്നിയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഒരു സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇടതുമുന്നണി ഓരോ സ്ഥലങ്ങളിലും മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഇത്തവണത്തെ പ്രത്യേകത എന്നുള്ളത് ജനകീയമായിട്ടുള്ളൊരു പങ്കാളിത്തത്തോടെയാണ് ഈ പ്രകടന പത്രികയ്ക്കെല്ലാം രൂപം നൽകിയിട്ടുള്ളത്. അതിലിപ്പോൾ എല്ലാ സംഘടനകളുടെ അഭിപ്രായം തേടിയിട്ടുണ്ട്, വ്യക്തികളുടെ അഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ട്. ജനസഭകളാണ് പ്രകടന പത്രികയ്ക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ഭരണനേട്ടം ഉയർത്തിക്കാണിച്ചും SNDP ബന്ധത്തിൽ വിശ്വാസം അർപ്പിച്ചുമാണ് BJPയുടെ വോട്ട് പിടുത്തം. വലിയ മഹാനഗരം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഡെവലപ്മെൻറ്റ് അത് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നരേന്ദ്രമോദിയുടെ അടുത്ത് നീങ്ങുമ്പോഴാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് പൂർത്തീകരിക്കാൻ കഴിയുക. അതിൻ്റെ തിരിച്ചറിവ് ആളുകൾക്കുണ്ട്. സിറ്റിംഗ് കൗൺസിലർമാരടക്കമുള്ള വിമതരുടെ ശല്യമാണ് UDFനെ അലട്ടുന്നത്. കോർപ്പറേറ്റ് പിന്തുണയോടെയുള്ള കിഴക്കമ്പലം പഞ്ചായത്തിലെ 2020 എന്ന സംഘടനയുടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കുള്ള വരവാണ് ജില്ലയിലെ മറ്റൊരു പ്രത്യേകത. സനൂപ് ശശിധരൻ, മീഡിയ 1, കൊച്ചി.